يطيب لي أن أشارك احتفال مؤتمر ختم القرآن الكريم ملبيا دعوة العلامة شيخنا الإمام أبو بكر أحمد، ومؤتمر أجندة توزيع الشهادات لخريجي مركز الثقافة السنية، وذلك في ضوء التراث المشترك بين الإمارات العربية المتحدة وبين دولة الهند الصديقة، والتي يشارك أبناؤها في النهضة والعمران في الإمارات خاصة ودول مجلس التعاون بوجه عام. وإنه من الحسن جدا أن يتناول المركز ويلقي ضوءا كاشفا على الشعر الصوفي، فإن للصوفية معالمها ومميزاتها في تطور المجتمعات وبناء الحضارة الإسلامية على القواعد الشرعية من كتاب الله جل علاه وسنة رسوله المصطفى صلى الله عليه وآله وسلم. ومن الناس بعض الناس هجر التزكية التي تمسك بها أهل الحق. സമാഹത്തു സയ്യിദ് ഡോക്ടർ അലിയുൽ ഹാഷിമിക്കുള്ള മർക്കസിന്റെ ആദരം സുൽത്താനുൽ ഉലമ സമർപ്പിക്കുന്നു. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. സയ്യിദ് അലിയുൽ ഹാഷിമിയുടെ ഉദ്ഘാടന പ്രഭാഷണം ഭാഷാന്തരം ചെയ്യുന്നു ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അലിയുൽ ഹാഷിമി അല്ലാഹു യുതവ്വിൽ ഉംറഹു വയുബാരിക് ഫീ, ബഹുമാനപ്പെട്ടവർ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞത് ഈ അതിമഹത്തായ ഖത്മുൽ ബുഖാരിയുടെ പരിപാടിയിൽ, അതുപോലെ സനദ് ദാന സമ്മേളനത്തിൽ മുസ്ലിങ്ങളുടെ ഇമാമായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ശൈഖ് അബൂബക്കർ അഹ്മദ് അല്ലാഹു യുതവ്വിൽ ഉംറഹു, ബഹുമാനപ്പെട്ടവരുടെ ക്ഷണപ്രകാരം ഈ അതിമഹത്തായ സദസ്സിൽ സംബന്ധിക്കാൻ സാധിച്ചു എന്നത് വലിയ സന്തോഷദായകമായ ഒരു കാര്യമാണ്. ഇന്ത്യയും UAE-യും തമ്മിൽ പല കാര്യങ്ങളിലും ബന്ധമുണ്ട്, വാണിജ്യ ബന്ധങ്ങളുണ്ട്. അതിനപ്പുറം ഈ രണ്ട് രാജ്യങ്ങളിലെയും മുസ്ലിങ്ങൾ സൂഫി ധാര പിൻപറ്റുന്നവരാണ്. സൂഫി ധാര എന്ന് പറയുമ്പോൾ തന്നെ ഭീകരവാദം, അതുപോലെ തീവ്രവാദം, അക്രമപ്രവർത്തനങ്ങൾ, ഇവയോടൊന്നും തന്നെ രാജിയാകാതെ മനുഷ്യന്റെ ഹൃദയം ശരിയായ മാനുഷിക മൂല്യങ്ങളുടെ ഉറവിടമാക്കി മാറ്റുന്ന ഒരു ചിന്താധാരക്കാണല്ലോ തസവ്വുഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തസവ്വുഫിന്റെ രീതി പിന്തുടരുന്നവരാണ് UAE-യും അതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും എന്നത് നമ്മൾ തമ്മിലുള്ള വലിയ ബന്ധത്തിന്റെ ഒരു കാരണമാണ്. ഇസ്ലാമിന്റെ പേരിൽ പലരും തീവ്രവാദത്തിലേക്ക്, ഭീകരവാദത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ ഇതിനുള്ള പരിഹാരം തസ്കിയത്തിലൂടെ ശക്തമായ രീതിയിൽ തസവ്വുഫ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ്. തസവ്വുഫിന്റെ ആകത്തുക പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചതുപോലെ നമ്മൾ ദൈവിക വിധിവിലക്കുകളെ കൃത്യമായി അംഗീകരിക്കാൻ വിശ്വാസികളെ പഠിപ്പിക്കലാണ്. പരിശുദ്ധ ഖുർആനിലെ 200-ലധികം ആയത്തുകൾ പരിശോധിച്ചാൽ അവയെല്ലാം തഖ്വയുടെ പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് പറയുന്നു. ആ തഖ്വയുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായ മാർഗമായി നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ ജീവിക്കുക എന്നത് തന്നെ നിങ്ങളും തഖ്വയുള്ളവരായി മാറാനുള്ള
മാർഗമാണ് എന്ന് പ്രത്യേകം ഊന്നി പറയുന്നു. തഖ്വ എന്നത് നമ്മുടെ ഭൗതികമായ പ്രവർത്തനങ്ങളെ മാത്രം സ്വാധീനിക്കുന്ന ഘടകമല്ല. ഭൗതികമായ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത് പോലെയോ അതിനേക്കാൾ അധികമോ അത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നുകൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കണം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇന്ത്യ രാജ്യവും UAE-യും തമ്മിൽ വാണിജ്യ ബന്ധം, സാംസ്കാരിക ബന്ധം, സാമൂഹിക ബന്ധം എല്ലാം ഉണ്ട് എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി നിങ്ങളുടെ നാട്ടുകാരനാണ്. അദ്ദേഹം UAE-യുടെ ഏറ്റവും വലിയ ഒരു ഇന്ത്യൻ പൗരനും UAE-യും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉദാഹരണമാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. സാഹിബ് സുമൂഹ് മുഹമ്മദ് ബിൻ സായിദ്, അതുപോലെ തന്നെ സാഹിബ് സുമൂഹ് മുഹമ്മദ് ബിൻ റാഷിദ് അടക്കമുള്ള UAE-യിലെ മുഴുവൻ ഭരണാധികാരികളും ഇസ്ലാമിലെ ഈ മോഡറേറ്റ് ഇസ്ലാം എന്ന കാഴ്ചപ്പാടിനെയും തസവുഫിനെയുമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ആ ഒരു രീതിയിൽ നമുക്കിടയിലുള്ള ബന്ധം ലോകാവസാനം വരെ നിലനിൽക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂബക്കറിനും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.